അല്ലേ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ബീട്രൂട്ട് കൊണ്ടുള്ളൊരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ എത്തിച്ച് ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ കുറച്ച് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് നന്നായി പൊട്ടിയട്ടെ. അപ്പോൾ അത് നമ്മൾ ഉഴുന്നൊക്കെ ഇവിടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം ലേശം കടുക് ഇട്ട് കൊടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തായിട്ട് ഒരു സവാള, കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കാം. തീരൽപ്പം കുറച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇത് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ബീട്രൂട്ട് കഴുകി വെച്ചതാണ്. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഇട്ടാൻ ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതൊരു കോഴിമുട്ട കേട്ടോ. കോഴിമുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെക്കാം. കരിയുപ്പ് കേട്ടോ. ചിക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടൊക്കെ ചിക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് 2 മിനിറ്റും കൂടെ അടച്ച് വെക്കാം. അത് റെഡിയാവും കേട്ടോ. അപ്പോൾ കേൾക്കുന്നുണ്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നുമില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബീട്രൂട്ടൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.